ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വാല്യൂ പ്ലസ്. ഇന്ന് നമ്മൾ എക്കണോമിക്സിൻ്റെ ക്ലാസ് തുടങ്ങുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എക്കണോമിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു പേപ്പറിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് BECC 101 ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു എക്കോണമി ആൻഡ് എക്കണോമിക്സ്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണിത്. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു പേപ്പർ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള പേപ്പേഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റൂ. സോ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഐഡിയാസ് മനസ്സിലാക്കി പഠിക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് എക്കോണമി. സോ ഇവിടെ രണ്ട് വാക്കുകൾ നമ്മൾ കണ്ടു അല്ലേ? രണ്ട് വാക്കുകൾ ഏതൊക്കെയാണ്? എക്കണോമിക്സ് ആൻഡ് എക്കോണമി. എന്തൊക്കെയാണ്? എക്കണോമിക്സ് ആൻഡ് എക്കോണമി. രണ്ടും സെയിം ആയിട്ട് കരുതുന്ന വാക്കാണ്. പക്ഷെ സെയിം ആണോ? അല്ല. എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിന്റെ പേരാണ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിക്കുന്ന ഒയിക്കണോമിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്ന ഒരു വാക്കാണ് എക്കണോമിക്സ്. ഒയിക്കണോമിയ എന്ന് പറയുന്ന ആ ഗ്രീക്ക് വേർഡിന്റെ മീനിങ് എന്താണ്? ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നുള്ള ഒരു പേരാണ്. സോ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് ചെയ്യുന്ന ആ കാര്യത്തിനെ കുറിച്ച് പഠിക്കുന്നത് നമ്മൾ പഠിച്ച് മുന്നോട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന് അത് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായി. ഈ ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഇന്നത്തെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഒരു എക്കോണമി മാനേജ് ചെയ്യുന്നു. ഈ എക്കോണമി മാനേജ് ചെയ്യുന്നത് മനസ്സിലാക്കുന്ന സബ്ജക്റ്റാണ് എക്കണോമിക്സ്. സോ നമ്മൾ മനസ്സിലാക്കണം, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്കണോമി എന്ന് പറയുന്ന ഒരു സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്പേസിനെ കുറിച്ച് പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ്. അതേസമയം എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലമാണ് എക്കോണമി. എക്കോണമി എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് നോക്കാൻ കഴിയില്ലെങ്കിലും there is a space which we can define. അവിടെ നടക്കുന്ന കാര്യങ്ങളെ തിയററ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എക്കണോമിക്സ്. സോ ആ ഒരു ബോധം ഉണ്ടായല്ലോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു യൂണിറ്റ് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു എന്നുള്ള, നമ്മൾ എല്ലാ പേപ്പർ പഠിക്കുമ്പോഴും തുടക്കത്തിൽ നിങ്ങളുടെ മെറ്റീരിയലിനകത്ത് ഒബ്ജക്റ്റീവ്സ് കാണും. സോ ആ ഒബ്ജക്റ്റീവ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് ഇൻക്രീസിങ് വാണ്ട്സ്. വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ എക്കണോമിക്സിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് സ്കേഴ്സിറ്റി. ഈ സ്കേഴ്സിറ്റി എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാകുന്നത് നമ്മുടെ വാണ്ട്സ് അൺലിമിറ്റഡ് ആയതുകൊണ്ടാണ്. സോ അവിടെ ചോയ്സ് നമ്മൾ തിരഞ്ഞെടുക്കണം. സോ ആ ഒരു ഐഡിയയെക്കുറിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ എക്കോണമി, ഈ എക്കോണമിയിൽ നടക്കുന്ന പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, എന്തിൻ്റെ? ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അവിടെ നമ്മൾ എന്താണ്? 3 ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം, മിക്സ്ഡ് എക്കോണമി, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി ഉണ്ടെന്ന് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് എക്കണോമിക് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്ന എക്കണോമിയിൽ ആരൊക്കെ ഉണ്ട്? ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഫേംസ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്. ഇവരെല്ലാം എടുക്കുന്ന എക്കണോമിക് ഡിസിഷൻസ് ആണ് എക്കോണമി നടക്കുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയഗ്രാംസ്, ഞാൻ ഇൻട്രൊഡക്ഷൻ സെഷനിൽ പറഞ്ഞു, ഇവിടെ കുറച്ച് മാത്സ് ഉണ്ട്, ഇവിടെ കുറച്ച് ഡയഗ്രാംസ് ഉണ്ട്. ഇത് കണ്ടിട്ട് അയ്യോ എനിക്ക് എക്കണോമിക്സ് പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ഒരിക്കലും വെക്കരുത്. കാരണം നമുക്കൊരു മാത്തമാറ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പർ പഠിക്കാനുണ്ട്. അത് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. പക്ഷെ അതിനൊക്കെ മുമ്പ് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോസിബിലിറ്റിയെ ഒരു ഡയഗ്രമായിട്ട് വരച്ച് കാണിക്കുന്നു. അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. സിമ്പിൾ. ഓക്കെ. സോ ആ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. shows maximum combinations of goods an economy can produce, illustrating trade-offs and opportunity cost. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. സോ ഒരു രാജ്യത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം കണ്ടീഷൻ നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. സോ റിസോഴ്സ് അലോക്കേഷൻ. ഓക്കെ, ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി നമ്മൾ എടുത്തു വെച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഇത്രയും ഇപ്പോൾ ഒരു 100 ചക്ക ഉണ്ടാക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ ഇതല്ലെങ്കിൽ എനിക്ക് 100 വേണമെങ്കിൽ ചക്കയ്ക്ക് പകരം വേറെ എന്തെങ്കിലും സാധനം, മാങ്ങ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസിൻ്റെ കപ്പാസിറ്റി എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്കോണമി ഉണ്ട്, ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സ്ഡ് എക്കോണമി. ഇതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്യാപിറ്റലിസത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇല്ലാതെ മാർക്കറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈവറ്റ് ഗുഡ്സ്. പ്രൈവറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈവറ്റ് ഗുഡ്സ്. അതേസമയം ഗവൺമെൻറ് കൺട്രോൾ ചെയ്ത് ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും?
പബ്ലിക് ഗുഡ്സ്. സോ ഒരു എക്കോണമിയിൽ പ്രൈവറ്റ് ഗുഡ്സ് എത്രത്തോളം ഉണ്ടാക്കണം, പബ്ലിക് ഗുഡ്സ് എത്രത്തോളം ഉണ്ടാക്കണം, അക്കാര്യമാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു ജസ്റ്റ് ഐഡിയ ഞാൻ പറയുവാണ്. ഇത് കേട്ട് പേടിക്കേണ്ട, നമ്മൾ സിമ്പിൾ ആയിട്ട് ഓരോന്ന് പഠിക്കും. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ 3 ടൈപ്പ് ഓഫ് എക്കോണമീസ് ഉണ്ട്. എന്തൊക്കെ? മാർക്കറ്റ് എക്കോണമി, നമ്മുടെ ക്യാപിറ്റലിസത്തിന്റെ വേറൊരു പേരാണ് മാർക്കറ്റ് എക്കോണമി. പിന്നീട് എന്താണ്? സോഷ്യലിസ്റ്റ് എക്കോണമി. അത് കഴിഞ്ഞിട്ട് എന്താണ്? മിക്സ്ഡ് എക്കോണമി. ഈ 3 ഇതിനെല്ലാം വിളിക്കുന്നത് എന്താണ്? എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് എക്കോണമി. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ദേശക്കാർ കാണും, എത്ര വഴക്ക് പറഞ്ഞാലും ദേഷ്യം വരാതെ മര്യാദയ്ക്ക് ഇരിക്കുന്നവർ കാണും. ഇത് രണ്ടും, ആവശ്യത്തിന് ദേഷ്യവും ആവശ്യത്തിന് സമാധാനം ഉള്ളവർ കാണും. സോ അത് കണക്ക് എക്കോണമി 3 തരത്തിലുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കും. പിന്നെ ബേസിക് കൺസെപ്റ്റ്സ്, എക്കണോമിക്സിലെ ബേസിക് കൺസെപ്റ്റ്സ്, മൈക്രോ മാക്രോ എന്ന് പറയുന്ന ഡിവിഷനെ കുറിച്ച് പഠിക്കും. എന്താണ് എക്കണോമിക്സ് മെത്തഡോളജി എന്ന് പഠിക്കും. പല ടൈപ്പ് ഓഫ് അനാലിസിസ് പഠിക്കും. അത് കഴിഞ്ഞിട്ട് എക്കണോമിക് ലോസ്, എങ്ങനെയാണ് എക്കണോമിക് ലോസ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് എന്നൊക്കെ പറയുന്ന 2 ഡിവിഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കും. അതോടൊപ്പം തന്നെ എന്താണ്? ഡിസിഷൻ മേക്കിംഗ്, പല ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇക്വിലിബ്രിയം തുടങ്ങിയ അനലൈസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിലെ അവസ്ഥ അനലൈസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളും പഠിക്കും. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? നമുക്ക് കുറേ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഏകദേശം 9ഓളം ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സിമ്പിളായിട്ട് പഠിക്കും, കാരണം ഇതെല്ലാം നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ. സോ നമ്മൾ ഇത്രയും നേരം ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്തു. നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ചോദിക്കത്തില്ല, പക്ഷേ നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാനായിട്ട്, നിങ്ങളെ ഒന്നെന്താണ് വിഷമിപ്പിക്കാനുള്ളതാണ് ഈ ഡെഫിനിഷൻസ്. നമ്മുടെ അടുത്ത് പറയുന്ന ഡെഫിനിഷൻ, ഈ ഡെഫിനിഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ പഠിക്കണ്ടേ, എന്ത് പാടാന്ന് വിചാരിക്കും അല്ലേ? പക്ഷേ പാടൊന്നുമില്ല. ഇത് എക്കണോമിക്സ് ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. 3 വർഷം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട എന്താണെന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ ഡെഫിനിഷനാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ഡെഫിനിഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ പറയും എൻ്റെ പേര്, ഇപ്പോൾ ആതിര എന്ന് പറയുന്ന ഒരു കുട്ടി ക്ലാസ്സിലുണ്ടെങ്കിൽ അവൾ പറയും എൻ്റെ പേര് ആതിര എന്നാണ്. അതേസമയം മനു എന്ന് പറയുന്ന ഒരു കുട്ടി ക്ലാസ്സിലുണ്ടെങ്കിൽ എൻ്റെ പേര് മനു ആണ്, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, അതോടൊപ്പം ഞാൻ എന്താണ് വർക്ക് ചെയ്യാനും കൂടെ പോകുന്നു. അന്നേരം അവന് എല്ലാവരും, ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും സ്വന്തമായി ഡിഫൈൻ ചെയ്യാൻ പറയുവാണ്. അന്നേരം ആതിര ഡിഫൈൻ ചെയ്തതും മനു ഡിഫൈൻ ചെയ്തത് 2 രീതിയിലല്ലേ? അതേപോലെ ഇപ്പം ഞാൻ വേറൊരു വ്യക്തി എടുത്ത് ചോദിക്കും, ഞാനാണെങ്കിൽ ഇങ്ങനെ വൈബ് അടിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയാണ്, പേരും പറയുന്നില്ല, അവൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ്, ഇവിടെ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷനാണ്, എക്കണോമിക്സിൻ്റെ പല ആസ്പെക്ട്സ് ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഒന്നാമത്തെ കാര്യം എന്താണ്? നമുക്ക് ഒന്നാമത്തെ ഡെഫിനിഷൻ നോക്കാം. Economics is a study of how resources, resource അല്ല, scarce resources are allocated to meet society's needs, unlimited needs. So resources scarce ആയിട്ടുള്ള unlimited needs സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നതിനെയാണ് നമ്മൾ എന്താണ് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ആയിട്ട് പറയുന്നത്. അതൊരു ആസ്പെക്ട്സ് പറയുന്നു. അടുത്തത് അനലൈസിങ് ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ടെക്നോളജി അഫക്ട് പ്രൈസസ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. ഒരു രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനും ടെക്നോളജിയും ആ രാജ്യത്തെ സാധനങ്ങളുടെ വിലയെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, മാത്രമല്ല എന്താണ് റിസോഴ്സ്, അവിടുത്തെ റിസോഴ്സസ് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നതും ഇവരാണ്. ഇപ്പം ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കും തീരുമാനിക്കുന്നത്. സോ അത് വേറൊരു പെർസ്പെക്റ്റീവ് പറയുന്നു. അടുത്തത് എക്സാമിനിങ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വേസ് ടു ഹെൽപ്പ് ദ പുവർ വിത്തൗട്ട് ഹാവിങ് ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് പ്രശ്നമുണ്ടാകാതെ എല്ലാവർക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഇൻകം കൊടുക്കുക. ചില രാജ്യങ്ങളിൽ ചില ആൾക്കാർക്ക് മാത്രമേ ഇൻകം കൂടുന്നുള്ളൂ. സോ അവരെ കൂടുതലായിട്ട് ടാക്സ് ചെയ്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കും. സോ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. പിന്നെ അടുത്തത് സ്റ്റഡിങ് ബിസിനസ് സൈക്കിൾസ്. ബിസിനസ് സൈക്കിൾ, അയ്യോ പുതിയൊരു നമ്മളങ്ങ് പേടിക്കും. ഇതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാനുള്ള, ഇപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ബിസിനസ് സൈക്കിൾസ് മാക്രോ എക്കണോമിക്സിൽ പഠിക്കാനുള്ള സാധനമാണ്. ബിസിനസ് സൈക്കിൾ ഒന്നുമില്ല. നമ്മളിപ്പം ചില സമയത്ത് വിഷമിച്ചിരിക്കും, സന്തോഷിച്ചിരിക്കും. വിഷമിച്ചിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ബാഡായിട്ട് പോകും, സന്തോഷിച്ചിരിക്കുമ്പം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകും. അങ്ങനെയുള്ള സാധനമാണ് ബിസിനസ് സൈക്കിൾ. സോ ആ ബിസിനസ് സൈക്കിളിൽ നമ്മുടെ എക്കോണമിയുടെ അവസ്ഥ എങ്ങനെയാണെന്നും മോണിറ്ററി പോളിസി, നമ്മളിപ്പം വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ ഇല്ലെങ്കിൽ ഫ്രണ്ട്സോ നമുക്ക് നല്ല സ്വീറ്റ്സ് കൊണ്ടുവന്ന് തരും, ഇല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കാൻ നല്ല കാര്യങ്ങൾ പറയും. അത് കണക്ക് എക്കോണമി ബിസിനസ് സൈക്കിളിൽ താഴെ കിടക്കുവാണെങ്കിൽ ചില സമയത്ത് ഗവൺമെൻറ് എന്ത് ചെയ്യും, നല്ല കുറേ പോളിസീസ് കൊണ്ടുവരും. എന്താണ് എക്കോണമി മുന്നോട്ട് വരാൻ. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഫിസ്ക്കൽ പോളിസി എന്നും, അതേസമയം ഇവിടെ പറയുന്ന മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പോളിസിയാണ്? അത് സെൻട്രൽ ബാങ്കിൻ്റെ പോളിസിയാണ്. അതിനെക്കുറിച്ചൊക്കെ പഠിക്കും. മാത്രമല്ല അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ ഇതൊക്കെ എങ്ങനെ ബാധിക്കുന്നതെന്ന് പഠിക്കും. പിന്നെ ട്രേഡ് പാറ്റേൺസ്, ഇനി ഡെഫിനിഷൻസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല, പ്രധാനപ്പെട്ട വാക്കുകൾ പറയാണ്. ട്രേഡ് പാറ്റേൺസിനെ കുറിച്ച് പഠിക്കും. എങ്ങനെയാണ് റിസോഴ്സസ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ എന്ന് പഠിക്കും. നമ്മുടെ എക്കോണമിയിൽ ഗവൺമെൻറ് എങ്ങനെ പോളിസീസ് കൊണ്ടുവരുന്നത്, എന്ത് സോൾവ് ചെയ്യാൻ,
ഗ്രോത്ത് ഉണ്ടാകാൻ, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകാൻ, ഇൻകം നല്ല ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുക. സോ ഇതെല്ലാം കേട്ട് കിളി പോയിരിക്കുന്നവരത് ഞാൻ പറയുകയാണ്, ഇതൊക്കെ എക്കണോമിക്സിൻ്റെ പല സൈഡുകളാണ് പറയുന്നത്. ഇതെല്ലാം നമുക്കിപ്പം പഠിക്കാനില്ല, നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എക്സ്പ്ലെയിൻ അബൌട്ട് എക്കണോമിക്സ്, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഈ ഡെഫിനിഷൻസ് ഒക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്ത് എഴുതാൻ പറ്റും. സോ ഈ ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങളുടെ മെറ്റീരിയൽ, നമ്മുടെ ഇഗ്നോയുടെ മെറ്റീരിയലും കൂടെ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓക്കെ, സോ എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റിയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് തരികയാണ്. അതോടൊപ്പം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കോഴ്സ് മെറ്റീരിയൽ വായിക്കാൻ ഉറപ്പായിട്ടും മറക്കാതിരിക്കുക. ഓക്കെ, സോ അടുത്തത് നമ്മൾ ഇനി ഐഡിയാസിലോട്ട് പോവാണ്. ഇത്രയും നേരം ഞാൻ കഥയൊക്കെ പറഞ്ഞ എക്കണോമിക്സ് എന്താണെന്നും നമ്മൾ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷനും ഒക്കെ പറഞ്ഞാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ കൺസെപ്റ്റാണ് കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി. ഐഡിയ മനസ്സിലാക്കുക, ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും. സോ കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി, എന്താണ് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദൗർലഭ്യം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ താണ്ട ഒരു ബോട്ടിലുണ്ട്. ഓക്കെ, ഈ ബോട്ടിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം അൺലിമിറ്റഡ് ഉണ്ടോ? ഇല്ല. ഇവിടെ അതാണ്ട് ഇത്രത്തോളം വെള്ളമുണ്ട്, സ്കേഴ്സിറ്റി ഉണ്ട്. സോ എനിക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ ഈ വെള്ളം ഞാൻ കുടിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് പാർട്ടായിട്ട് കുടിക്കും. ആ ഒരു കാര്യമാണ് എക്കണോമിക്സിൽ സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഐഡിയ വെച്ച് പറയുന്നത്. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദെയർ ഈസ് അൺലിമിറ്റഡ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഇതാണ്, ഹ്യൂമൻ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്, എൻലെസ് ആണ്, മാത്രമല്ല ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ നമ്മൾ അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, നമ്മുടെ വാണ്ട്സ് കുറേ. ഇപ്പം എനിക്ക് വെള്ളം കുടിക്കണം. ഓക്കെ, എൻ്റെ ഒന്നാമത്തെ വാണ്ട് എന്താണ്? വെള്ളം കുടിക്കണം. രണ്ടാമത്തെ വാണ്ട് എന്താണ്? എനിക്ക് ആ വെള്ളം കൊണ്ട് മുഖം കഴുകണം. ഇതിൽ വെള്ളം കുടിക്കേണ്ടതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അൺലിമിറ്റഡ് വാണ്ട്സ് ആണെങ്കിൽ നമ്മൾ വാണ്ട്സിനകത്ത് തന്നെ പ്രിയോറിറ്റി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എന്താണ്? സ്കേഴ്സ് റിസോഴ്സസ്. എന്താണ് സ്കേഴ്സ് റിസോഴ്സസ്? സ്കേഴ്സ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കയ്യിലുള്ള സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് കുറവാണ്. സോ ഈ രണ്ട് സിറ്റുവേഷനുമാണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ നമ്മുടെ ഫസ്റ്റ് ഐഡിയ പഠിച്ചു, സ്കേഴ്സിറ്റി. നിങ്ങളൊരു ബുക്ക് എടുത്ത് നമ്മൾ പഠിക്കുന്ന സാധനം ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കണം, അത് മസ്റ്റ് ആണ്. സോ നമ്മൾ പഠിച്ച എന്താണ്? സ്കേഴ്സിറ്റി. ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം എടുത്ത് എഴുതി വെക്കുകയാണോ? അല്ല, നമ്മൾ ആദ്യം കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് താഴെ 2 പോയിന്റ്സ്, അൺലിമിറ്റഡ് വാണ്ട്സ്, സ്കേഴ്സ് റിസോഴ്സസ് എഴുതണം. എന്നിട്ട് ഈ ഒരു ഐഡിയ മനസ്സിൽ വെക്കണം. അല്ലാതെ ഈ പറയുന്ന നോട്ട്സ് ഫുള്ള് എഴുതി വെക്കാനാണെങ്കിൽ നിങ്ങൾ ഈ നോട്ട്സ് എഴുതിയാൽ പോരെ. ഞാൻ പിന്നെ പറയുന്നത് എന്തിനാണ്? നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതുക. സോ നമ്മൾ ഇന്ന് പഠിച്ച ഫസ്റ്റ് കൺസെപ്റ്റ് എന്താണ്? കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി. കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി. സോ സ്കേഴ്സിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. അടുത്ത കൺസെപ്റ്റാണ് എക്കണോമിക് സിസ്റ്റംസ്. എക്കോണമി പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ആ എക്കണോമിക് സിസ്റ്റംസിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ എക്കണോമിക് സിസ്റ്റം എന്താണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. എന്താണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. രണ്ടാമത്തെ എന്താണ്? സോഷ്യലിസ്റ്റ് എക്കോണമി. മൂന്നാമത്തെ എന്താണ്? മിക്സ്ഡ് എക്കോണമി. അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. സോ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി നോക്കാം. ഡിഫറെൻറ്റ് സൊസൈറ്റീസ് ക്രിയേറ്റ് എക്കണോമിക് സിസ്റ്റംസ്. ഓക്കെ, ടു അഡ്രസ് സ്കേഴ്സിറ്റി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്കേഴ്സിറ്റി എന്ന് പറയുന്ന പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യാൻ എക്കോണമീസ് എല്ലാം എക്കണോമിക് സിസ്റ്റംസ് ഉണ്ടാക്കാറുണ്ട്, ഓരോ രീതിയിലുള്ള. ഓക്കെ, നമ്മുടെ ലൈഫിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ പൈസ കിട്ടാനായിട്ട് പലതരത്തിലുള്ള ജോബുകൾ ചെയ്യാൻ നമ്മളെ ഉണ്ടാക്കും, അല്ലേ? അത് കണക്കെ സൊസൈറ്റിയിൽ പ്രോബ്ലം ആയിട്ടുള്ള സ്കേഴ്സിറ്റി സോൾവ് ചെയ്യാൻ പല ടൈപ്പ് ഓഫ് എക്കോണമീസ് ഉണ്ടാക്കും. അതിൽ ഒന്നാമത്തെയാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. എന്താണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ഈ ക്യാപിറ്റൽ എക്കോണമിയെ നമ്മൾ മനസ്സിലാക്കാം. റിസോഴ്സസ് ആർ പ്രൈവറ്റ്ലി ഓൺഡ്. പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ റിസോഴ്സസ് കീപ്പ് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ ഡിസിഷൻസ് എടുക്കുന്നത് മാർക്കറ്റാണ്. മാർക്കറ്റ് പ്രൈസസ് വഴിയാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പ്രൈവറ്റ് ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. മാത്രമല്ല അവിടുത്തെ ഡിസിഷൻ, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് നമ്മൾ പഠിക്കും. സോ അവിടെ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യം മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡും സപ്ലൈയും. ആരൊക്കെയാണ്? ഡിമാൻഡ്, സപ്ലൈ. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ എക്കോണമിയിൽ റിസോഴ്സസ് അവിടെ ഉണ്ട്. റിസോഴ്സസ് അവിടെ ഉള്ള സമയത്ത് അത് നമ്മളെടുത്ത് യൂസ് ചെയ്യണമെങ്കിൽ എനിക്കിപ്പം ബെൻസ് കാറ് വേണം, അപ്പോൾ ഡിമാൻഡാണ്, അന്നേരം സപ്ലൈ ഉണ്ടാകും. മനസ്സിലായോ? അതേസമയം അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവന് ഡിമാൻഡ് ചെയ്യാൻ കഴിവില്ല. അവന് വേണ്ട സാധനം പ്രൊഡ്യൂസ് ചെയ്യപ്പെടത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഏതാണ്? പ്രൈവറ്റ് ഗുഡ്സ് ആണ്. എന്താണ്? പ്രൈവറ്റ് ഗുഡ്സ് ആണ്. അതേസമയം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സോഷ്യലിസ്റ്റ് എക്കോണമി. സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്കണോമിക് ഡിസിഷൻസ് എല്ലാം എടുക്കാനായിട്ട് ഗവൺമെൻറ് ആണ് എല്ലാം ചെയ്യുന്നത്. ഗവൺമെൻറ് ആണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അവിടെ ഉണ്ടാക്കുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ്
പബ്ലിക് ഗുഡ്സ്. അവിടെ ഉണ്ടാക്കുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് പബ്ലിക് ഗുഡ്സ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗവൺമെന്റ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഓണർഷിപ്പാണ്, പ്രൈവറ്റ് അല്ല. ഇവിടെ ഡിസിഷൻസ് എടുക്കുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. മാർക്കറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് സപ്ലൈക്ക് റോളില്ല. അവിടെ ഉണ്ടാക്കുന്ന പബ്ലിക് ഗുഡ്സ് ആണ്. സോ നമ്മൾ ക്ലിയർ ആയി. സോ നമ്മളൊരു കഥ പോലാണ് പോയത്. ആദ്യം നമ്മൾ സ്കേഴ്സിറ്റി എന്താണെന്ന് പഠിച്ചു. സ്കേഴ്സിറ്റിയെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ 2 എക്കണോമിക് സിസ്റ്റംസ് ഉണ്ടെന്ന് പഠിച്ചു, ക്യാപിറ്റലിസവും സോഷ്യലിസവും. ക്യാപിറ്റലിസത്തിനെ മാർക്കറ്റ് എക്കോണമി എന്നും സോഷ്യലിസത്തിനെ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് കമാൻഡ് എക്കോണമി എന്നും നമ്മൾ വിളിക്കാറുണ്ട്. സോ ഈ 2 എക്കോണമിയുടെയും നല്ല സൈഡ് എടുത്തുണ്ടാക്കുന്നതാണ് നമ്മുടെ മിക്സ്ഡ് എക്കോണമി. എന്താണ് മിക്സ്ഡ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് പ്രൈവറ്റ് ഗുഡ്സും ആവശ്യത്തിന് പബ്ലിക് ഗുഡ്സും ഉള്ള എക്കോണമിയാണ് മിക്സ്ഡ് എക്കോണമി. നമ്മുടെ ഇന്നത്തെ കാലത്തെ എല്ലാ എക്കോണമിയും മിക്സ്ഡ് എക്കോണമിയാണ്. സോ നമ്മൾ ഇത്രയും പഠിച്ചതിൻ്റെ ബേസിൽ നമ്മുടെ മെറ്റീരിയലിൽ തന്നെയുള്ള നമ്മൾ പ്രധാനമായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഒന്നാമത്തെ ചോദ്യം, ആദ്യം ആൻസർ ആരും വായിക്കരുത്, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ചിന്തിക്കുക. സ്റ്റേറ്റ് 2 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാണ്ട്സ് ദാറ്റ് മേക്ക് ദം അൺലിമിറ്റഡ്. നമ്മുടെ വാണ്ട്സ് എന്തുകൊണ്ട് അൺലിമിറ്റഡ് ആകുന്നു? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ പഠിച്ച ഐഡിയ ഡയറക്റ്റ് വാട്ട് ഈസ് സ്കേഴ്സിറ്റി എന്നുള്ള ചോദ്യമല്ല, കുറച്ച് കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഞാൻ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തു, സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ഞാൻ സ്ക്രീനിൽ തന്നിരിക്കുന്ന ആൻസർ വായിച്ച് നോക്കുക, ക്ലിയർ ആക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എക്കോണമി? എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കോണമി ഈസ് എ സിസ്റ്റം വെയർ റിസോഴ്സസ് ഏറ്റവും നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ നടത്തുന്ന സ്ഥലത്തിനെയാണ് എക്കോണമി എന്ന് പറയുന്നത്. സോ അത് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതും മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്ന എന്താണ് സ്കേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുന്നത്? സ്റ്റോക്ക് ഓഫ് റോട്ടൻ വെജിറ്റബിൾസ് സ്കേഴ്സ് ആണോ? ഉറപ്പായിട്ടും സ്കേഴ്സ് ആണ്. കാരണം റോട്ടൻ വെജിറ്റബിൾസ് ആണെങ്കിലും അത് ലിമിറ്റഡ് നമ്പർ ആണ്. യൂസ്ലെസ് പ്ലാന്റ്സ് ഇൻ എ ജംഗിൾ, യൂസ്ലെസ് പ്ലാന്റ്സ് ഇൻ എ ജംഗിൾ, നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ എ നേഴ്സറി, വാട്ടർ ഇൻ എ ഡേർട്ടി പിറ്റ്. ഇതൊക്കെ സ്കേഴ്സ് ആണോ എന്നുള്ള ചോദ്യം സ്വന്തമായിട്ട് അഡ്രസ്സ് ചെയ്ത് ആൻസർ ചെയ്യുക. സോ ഇത് ഞാൻ ആൻസർ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആൻസർ ചെയ്യേണ്ട കാര്യമാണ്. സോ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എസ്ഐ ടൈപ്പായിട്ട് വരുന്നത്, അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, സോ അടുത്തത് നമ്മൾ സ്കേഴ്സിറ്റി എന്താണെന്ന് പഠിച്ചു, എക്കണോമിക് സിസ്റ്റംസ് പഠിച്ചു. മൂന്നാമത് പഠിക്കാൻ പോകുന്നത് എന്താണ്? പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് യൂട്ടിലിറ്റി? പുതിയ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി ക്രിയേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതാണ്ട ഞാൻ നേരത്തെ എടുത്ത എക്സാമ്പിൾ എടുക്കുവാണ്. ഈ ബോട്ടിൽ, ഈ സ്റ്റീൽ ബോട്ടിൽ ഇങ്ങനെ ആയിരുന്നു ഇരുന്നത്? അല്ല, ഒരിക്കലും ഇങ്ങനെയല്ല ഇരുന്നത്. ഈ സ്റ്റീൽ ബോട്ടിൽ എങ്ങനെയായിരുന്നത്? ഈ സ്റ്റീൽ ബോട്ടിൽ മെറ്റലായിട്ട് ലൈക്ക് അത് വൃത്തിയാക്കി എടുക്കാതെ എവിടെയോ റോ മെറ്റീരിയൽ അല്ലാതെ കിടന്നതാണ്. നമ്മൾ അതെല്ലാം എടുത്ത് ഈ ബോട്ടിലാക്കി വെച്ചു. സോ ഇതൊരു യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനമാണ്. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമായി മാറി. സോ ഇതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ശ്രദ്ധിക്കുക, പ്രൊഡക്ഷൻ റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ്. വായിക്കുക, പ്രൊഡക്ഷൻ റെഫേഴ്സ് ടു ദ transformation of inputs into outputs, increasing their ability to satisfy human wants. ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ, ഇൻപുട്സിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻപുട്ടിനെ എന്തിലോട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യും? ഔട്ട്പുട്ടിലേക്ക്. സോ ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്സ് ആർ നാച്ചുറൽ റിസോഴ്സസ് വിച്ച് ഈസ് ലേബർ ക്യാപിറ്റൽ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. സോ അതേസമയം ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് എപ്പോഴും എന്തായിരിക്കും? ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് എന്താണ്? എപ്പോഴും ഔട്ട്പുട്ട്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്സ് എപ്പോഴും എന്താണ്? ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആയിരിക്കും. റോ മെറ്റീരിയൽസ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു മെറ്റലിൻ്റെ അത് നമ്മൾ റോ മെറ്റീരിയലാണ്, അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആകുമ്പോഴാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ പല രീതിയിലുണ്ട്. ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ റോ ആയിട്ട് കിടന്ന ബോട്ടിലാക്കി മാറ്റാൻ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. സ്പേഷ്യൽ, ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് വേണ്ടാത്ത ഒരു സാധനം ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അത് വേണമെങ്കിൽ ഔട്ട്പുട്ട് ആവും. ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു ജംഗ്ഷനിൽ കുറേ കല്ലിട്ടേക്കുക. ആ കല്ല് എനിക്ക് ആവശ്യമില്ല, പക്ഷേ ആ കല്ലെടുത്ത് ഏതെങ്കിലും ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഹോൾ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇടുവാണെങ്കിൽ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടത്താതെ തന്നെ അതെന്താണ്? ഒരു ഔട്ട്പുട്ട് ആവുകയാണ്. മാത്രമല്ല ഇൻ്റർ ടെമ്പറൽ, ഓക്കെ ഇന്ന് നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്നു. ഈ ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്.
ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുമ്പം ഈ ക്ലാസ് ഇവിടെ ഇരിക്കുമ്പോൾ ഇത് യൂട്ടിലിറ്റി ഉണ്ടാകുമല്ല. ഇവിടെ ഇരിക്കുന്ന ക്ലാസ് സ്റ്റോർ ചെയ്ത് വെച്ച് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ടി തരുമ്പോൾ എന്താണ്, അതൊരു ഔട്ട്പുട്ട് പ്രൊഡക്ഷനാണ്. സോ ഈവൻ ഈ ക്ലാസ് എടുക്കുന്ന പോലും പ്രൊഡക്ഷനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. സോ നമ്മൾ പഠിച്ച എന്താണ്, സ്കേഴ്സിറ്റി എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് പഠിച്ചു, എക്കണോമിക് സിസ്റ്റംസ്, ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സ്ഡ് എക്കോണമിയെ കുറിച്ച് പഠിച്ചു. ഇപ്പം നമ്മൾ എന്താണ്, പ്രൊഡക്ഷൻ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, സോ ഇതൊക്കെ പഠിച്ചു. ഓക്കെ, ശരിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ക്യാപിറ്റലിസം, സോഷ്യലിസം, അതോടൊപ്പം എന്താണ്, മിക്സ്ഡ് എക്കോണമി. സോ ഈ എക്കോണമിയിലെല്ലാം നാലാമത് പഠിക്കുന്ന കാര്യമാണ്, ഈ എക്കോണമിയിലെല്ലാം അവർ അഡ്രസ്സ് ചെയ്യുന്ന എക്കണോമിക് പ്രോബ്ലംസ്. ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. എന്താണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി? സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, അത് കഴിഞ്ഞിട്ട് എന്താണ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, എക്കണോമിക് ഗ്രോത്ത്. ഇതൊക്കെയാണ് എന്ത്, ബേസിക് എക്കണോമിക് പ്രോബ്ലം. സോ നമുക്കിത് എന്താണെന്ന് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. സോ വാട്ട് ടു പ്രൊഡ്യൂസ്, ഞാൻ ഇവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന്. വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? നമ്മുടെ എക്കോണമിയിൽ നമുക്ക് കുറേ റിസോഴ്സസ് കാണും. ഈ റിസോഴ്സസ് എടുത്ത് ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാട്ട് ടു പ്രൊഡ്യൂസ്. ഓക്കെ, ഇപ്പം ഇത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഉപയോഗിക്കുന്നത് എന്താണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പഠിക്കുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സോ അത് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ വാട്ട് ടു പ്രൊഡ്യൂസ്, സോ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൗ ടു പ്രൊഡ്യൂസ്. എന്താണ് ഹൗ ടു പ്രൊഡ്യൂസ്? ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കാര്യം ഏത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് സെലക്ട് ചെയ്ത് വെച്ചു, അതെങ്ങനെ. ഇപ്പം നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ പഠിക്കേണ്ടത് 2 ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ലേബർ ഇൻറ്റൻസീവ്. എന്താണ് ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ, ലേബർ കൂടുതൽ. ഇപ്പം നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നു, ഇപ്പം ഞാനൊരു പേന ഉണ്ടാക്കുന്നു, പേന ഉണ്ടാക്കാൻ ലേബറാണ് കൂടുതലുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലേബർ ഇൻറ്റൻസീവ്. നമ്മുടെ പ്രൊഡക്ഷൻ എന്താണ്, ലേബർ ഇൻറ്റൻസീവ് ആക്കുക. ഇല്ലെങ്കിൽ എന്താണ്, അത് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. എന്താണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഉപയോഗിച്ചുണ്ടാക്കുവാണ്. സോ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആദ്യത്തെ 2 പഠിച്ചു. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, അത് മനസ്സിലാക്കി വെക്കുക, ഐഡിയ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെയാണ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് മാർക്കറ്റ് എക്കോണമിയിലാണെങ്കിൽ ഇൻകം, ആൾക്കാർക്ക് ഇൻകം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയം നമ്മുടെ കമാൻഡ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലിസത്തിലാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം കിട്ടണം എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കും നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. സോ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ചോദ്യവും ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ചോദ്യവും ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ചോദ്യവും ഈ പറയുന്ന എക്കണോമിക് സിസ്റ്റം ക്യാപിറ്റലിസം ആണോ സോഷ്യലിസം ആണോ മിക്സ്ഡ് എക്കോണമി ആണോ എന്നുള്ള ചോദ്യത്തിലായിരിക്കും നമ്മൾ ആൻസർ ചെയ്യുന്നത്. സോ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പ്രോബ്ലമാണ് എക്കണോമിക് ഗ്രോത്ത്. ക്യാപിറ്റലിസം ആണെങ്കിലും സോഷ്യലിസം ആണെങ്കിലും മിക്സ്ഡ് എക്കോണമി ആയാലും അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണമെന്ന്. സോ എക്കണോമിക് ഗ്രോത്ത് എക്കോണമിയിൽ ഉണ്ടാക്കേണ്ടതും ഒരു ബേസിക് എക്കണോമിക് പ്രോബ്ലമാണ്. സോ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 4 കാര്യങ്ങളും ആൻസർ ചെയ്യുക. ഹൗ ടു പ്രൊഡ്യൂസ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, പ്രോബ്ലം ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, സോ എക്കണോമിക് ഗ്രോത്ത് എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും കൂടെ ചെയ്യണം. നോക്കാം. എക്കണോമിക് ഗ്രോത്ത്, എവറി എക്കോണമി എയിംസ് ടു ഇൻക്രീസ് ക്യാപിറ്റൽ സ്റ്റോക്ക്. സോ ഇവിടെ ഒരു പുതിയ വാക്ക് പഠിച്ചു, ക്യാപിറ്റൽ സ്റ്റോക്ക്. ഇപ്പം നമ്മളെല്ലാവരും നമ്മളെ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഇപ്പം എൻ്റെ ഫിസിക്കൽ ബോഡി ഞാൻ വളർത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ എന്തോ ചെയ്യും, നമ്മുടെ ബോഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കും, എക്സസൈസ് ചെയ്യും. അത് കണക്ക് എക്കോണമി വളരാൻ, ഗ്രോ ചെയ്യാൻ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഇപ്പം പുതിയ ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ അതൊക്കെ തുടങ്ങാം. ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യണം. സോ അതുവഴി എന്താണ്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ഇൻകവും കൂടുന്നതിനെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്താണ്, പ്രോബ്ലം ഓഫ് എക്കണോമിക് ഗ്രോത്തിലെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ഇൻകം നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കണം. ഒരു രാജ്യത്ത് ഇൻകം ഉണ്ടാകുന്നത് കൺസംഷനും സേവിങ്ങിനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് 100 കോടി രൂപ ഉണ്ടായി. ഈ 100 കോടി രൂപ 60 കോടി നമ്മൾ എന്താണ്, കൺസ്യൂം ചെയ്യാൻ ഉപയോഗിക്കും. മാത്രമല്ല ബാക്കി 40 കോടി എന്താണ്, സേവ് ചെയ്യാൻ ഉപയോഗിക്കും. ഈ സേവിങ്സ് ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. സോ നമ്മൾ ഇവിടുത്തെ മെയിൻ ക്വസ്റ്റ്യൻ എന്താണ്, 4 ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ഇത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, സോ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു, സ്കേഴ്സിറ്റി പഠിച്ചു. ഓക്കെ, സ്കേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എക്കണോമിക് സിസ്റ്റംസ് പഠിച്ചു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് പഠിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ ഐഡിയ ആയിട്ടുള്ള നമ്മുടെ മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? മിക്സ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും മിക്സ്, രണ്ടിൻ്റെയും നല്ല സൈഡ് ചേർക്കുന്നതിനെയാണ് നമ്മൾ മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു നല്ല മിക്സ്ഡ് എക്കോണമി ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യമാണ് അടുത്ത നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ചോയ്സ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ്. എന്താണ് ചോയ്സ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ്? ആദ്യം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഐഡിയ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൈവറ്റ് ഗുഡ്സ് എന്താണ്, പബ്ലിക് ഗുഡ്സ് എന്താണെന്നുള്ള ഐഡിയ ഉണ്ടാക്കണം. സോ എന്താണ് പ്രൈവറ്റ് ഗുഡ്സ്? പ്രൈവറ്റ് ഗുഡ്സ് നമുക്കറിയാം, നമ്മൾ ഒരു മാർക്കറ്റിൽ ചെന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അവിടെ അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ക്ലൂഷൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അടയ്ക്കുന്ന പണമുള്ളവന് മാത്രമേ പ്രൈവറ്റ് ഗുഡ്സ് കിട്ടൂ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ കുറച്ച് കയ്യിൽ പൈസ ഉള്ളവന്മാർ മാത്രമേ പ്രൈവറ്റ് ഗുഡ്സ് വാങ്ങിക്കൂ. സോ പ്രൈവറ്റ് ഗുഡ്സ് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ക്ലൂഷനിൽ വർക്ക് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ? ആ സമയം ഈ നോൺ എക്സ്ക്ലൂഡബിൾ, പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ക്ലൂഷൻ ഇല്ല, പബ്ലിക് ഗുഡ്സ്, ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പല ഗുഡ്സും പബ്ലിക് ഗുഡ്സ് ആണ്. ഏറ്റവും നല്ല ഉദാഹരണം ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാഷണൽ ഡിഫൻസ്. നമ്മുടെ രാജ്യത്തിന് പ്രൊട്ടക്ഷൻ നൽകാനായിട്ട് നമ്മൾ സൈന്യത്തെ വെച്ചിട്ടുണ്ട്. ഈ സൈന്യത്തിൻ്റെ സർവീസ് നാട്ടിലുള്ള പണക്കാർക്ക് ഇല്ലെങ്കിൽ കാശുള്ളവർക്ക് മാത്രമാണ് കിട്ടുന്നത്? അല്ല, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്താണ് പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ക്ലൂഷൻ ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്താണ് പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രൈവറ്റ് ഗുഡ്സിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈവറ്റ് ഗുഡ്സ് നമ്മൾ മാത്രം ഉണ്ടായാൽ ഒരു എക്കോണമി നല്ല രീതിയിൽ പോകാൻ പറ്റത്തില്ല. അവിടെ എന്തും വേണം, പബ്ലിക് ഗുഡ്സും വേണം. കാരണം പൈസ ഉള്ളവർ എന്താണ് പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കും, പക്ഷെ അവിടെ കുറേ ആൾക്കാർക്ക് പൈസ ഒന്നും കാണത്തില്ല. അവരെ ഹെൽപ്പ് ചെയ്യാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ കൊണ്ടുവന്ന എന്താണ് പ്രൈവറ്റിൻ്റെയും പബ്ലിക്കിൻ്റെയും മിക്സ് ആയിട്ടുള്ള ഒരു ക്വാസി പ്രൈവറ്റ് പബ്ലിക് ഗുഡ്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഒരു ചോദ്യം ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, എപ്പോഴാണ് ഒപ്റ്റിമൽ കോമ്പിനേഷൻ ഉണ്ടാകുന്നത്? ഒരു എക്കോണമിയിൽ നമ്മുടെ ക്യാപിറ്റലിസത്തിൽ ഉണ്ടാക്കുന്ന പ്രൈവറ്റ് ഗുഡ്സ് അതോടൊപ്പം തന്നെ എന്താണ് പബ്ലിക് ഗുഡ്സ് ഉണ്ടാക്കുന്ന എവിടാണ്? നമ്മുടെ സോഷ്യലിസത്തിൽ ഉണ്ടാക്കുന്ന പബ്ലിക് ഗുഡ്സും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു ഒപ്റ്റിമൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് പ്രൈവറ്റ് ഗുഡ്സ് ഉണ്ടാക്കാനും പബ്ലിക് ഗുഡ്സ് ഉണ്ടാക്കാനും ഈക്വൽ ആയിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് എക്കോണമി നമ്മൾ ഫോളോ ചെയ്യണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് പൂർണ്ണമായി ക്യാപിറ്റലിസോ സോഷ്യലിസോ ആയിട്ടുള്ള ഒരു എക്കോണമി നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ എന്ത് എക്കോണമിയാണ്? മിക്സ്ഡ് എക്കോണമിയാണ്. സോ ആ ഒരു ഐഡിയ മനസ്സിലാക്കുക. സോ വളരെ വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇനി നമ്മൾ ഇതേപോലെ നമ്മൾ ഗുഡ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ദർ ഈസ് സംതിങ് കോൾഡ് മെറിറ്റ് ഗുഡ്സ്. മെറിറ്റി വന്നവനാടാന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറിറ്റി വന്നവനെന്ന് പറഞ്ഞാൽ മെറിറ്റ് ലിസ്റ്റ് ഇല്ലെങ്കിൽ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്, ഇവിടെ പറയുന്ന മീനിങ് ശ്രദ്ധിക്കുക, ഒരു രാജ്യത്തിന് ഗുണകരമായ സാധനത്തിനെയാണ് നമ്മൾ മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എഡ്യൂക്കേഷനും ഹെൽത്തും. ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് തന്നിരിക്കുന്നതാണ്. എഡ്യൂക്കേഷനും ഹെൽത്തും എന്താണ്? മെറിറ്റ് ഗുഡ്സ് ആണ്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് ഗുണം ഉണ്ടാക്കുന്ന ഗുഡ്സിനാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൺസംഷൻ സൊസൈറ്റിക്കും അതോടൊപ്പം ഇൻഡിവിജ്വലിനും ബെനിഫിറ്റ് ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ എന്താണ് മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ മെറിറ്റ് ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ ഈസ് വെരി ഗുഡ് ഫോർ ആൻ എക്കോണമി. സോ മെറിറ്റ് ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണമെന്നാണ് പറയുന്നത്. സോ സൊസൈറ്റിക്ക് ഗുണമുണ്ടാകും. ഓക്കെ, സോ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗുഡ്സ് ഉണ്ട്, ഡീമെറിറ്റ് ഗുഡ്. എന്താണ് ഡീമെറിറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റിക്ക് ഗുണമില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കഞ്ചാവ് തുടങ്ങിയ കാര്യങ്ങൾ ഗുണമുണ്ടോ? ഇല്ല. സോ അത് പക്ഷേ നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ സാധനങ്ങൾ ആൾക്കാർ കൺസ്യൂം ചെയ്യാൻ സാധ്യതയുണ്ട്, അത് റെസ്ട്രിക്റ്റ് ചെയ്യണം. നമ്മളിപ്പം തന്നെ അറിയാം, നമ്മുടെ കേരളത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. പല ഇൻസിഡൻസും ഇതേപോലെ ഡീമെറിറ്റ് ഗുഡ്സ് കാരണമാണ് ഉണ്ടാകുന്നത് അല്ലേ? സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡീമെറിറ്റ്സ് ഗുഡ് ഒരു എക്കോണമിയുടെ ഗ്രോത്തിന് ആവശ്യമില്ല. നമുക്ക് വേണ്ട എന്താണ്? മെറിറ്റ് ഗുഡാണ്, സൊസൈറ്റിക്ക് ഗുണമുണ്ടാകുന്നത്. അന്നേരം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹൗ മച്ച് ഓഫ് ദീസ് ഗുഡ് ഷുഡ് ആൻ എക്കോണമി ഷുഡ് പ്രൊഡ്യൂസ് ആൻഡ് കൺസ്യൂം ഗിവൺ ദ സോഷ്യൽ ഇമ്പോർട്ടൻസ്? സോ നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമുള്ള ഇത്രയുള്ള ഗുഡ്സ് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള ചോദ്യമാണ്. അത് അൺലിമിറ്റഡ് ഇല്ലെങ്കിൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള ആൻസർ ആയിരിക്കണം നമ്മളിവിടെ പറയേണ്ടത്. ഓക്കെ, സോ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നേരത്തെ നോക്കിയ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സ്റ്റേറ്റ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ഫോർ
ഗ്രോത്തിൻ്റെ ആ ഒരു കാര്യം കൂടെ എഴുതി കഴിഞ്ഞാൽ അവിടെ ഫുൾ മാർക്ക് ഉറപ്പാണ്. അടുത്തത് ക്യാപിറ്റൽ ഫോർമേഷൻ എന്താണ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനകത്ത് ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടുന്നതിനെയാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ? എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? നമ്മളൊരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അവിടെ ലേബർ ആണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താണ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മെറിറ്റ് ഗുഡ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് സിമ്പിളാണ്. പ്രൈവറ്റ് ഗുഡും പബ്ലിക് ഗുഡും തമ്മിലുള്ള ഡിഫറൻസും പഠിച്ചു. സോ ഞാൻ പറഞ്ഞ ഐഡിയാസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആൻസേഴ്സൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റിയെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ റീവൈൻഡ് ചെയ്ത് ഒന്നും കൂടെ കേൾക്കുക.